ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ. ഏവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 20ാമത്തെ ദശകം ആണ് നമ്മൾ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നത്. 20ാം ദശകമായ ഋഷഭയോഗീശ്വര ചരിതമാണ്. അതിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ആചാര്യൻ, അധ്യാപകൻ കൂടിയായ പ്രിയപ്പെട്ട ഡോക്ടർ NS അയ്യർ സാറിനെ ക്ഷണിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുദ്ധി വാതാലയവാസ വിഷ്ണു. നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരിക്കലും അപേക്ഷ വെക്കുകയാണ്, എന്റെ വാദം ശരിയാക്കി തരണേ, എന്റെ വാദം ശരിയാക്കി തരണേ. നീ ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ അങ്ങനെ ചെയ്തില്ലേ, അവരെയൊക്കെ രക്ഷിച്ചില്ലേ, ഇവരെയൊക്കെ ചെയ്തില്ലേ. കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഗുരുവായൂരപ്പന്റെ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഗുരുവായൂരപ്പൻ തന്നെ ചെയ്ത കാര്യങ്ങളെ പറ്റി ഗുരുവായൂരപ്പന് തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം അത് അവതരിപ്പിക്കുന്നത്. ഓരോരുത്തരും എന്റെ കാര്യം ശരിയാക്കി തരണേ, എന്റെ വാദം ശരിയാക്കി തരണേ എന്നും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വായിക്കുന്നത് ഋഷഭ ചരിത്രം. അപ്പോ നമ്മളെല്ലാരും കേട്ടിട്ട് 10 ദശാവതാരങ്ങളെ കേട്ടിട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ഇതിൽ വായിച്ചതില് ആദ്യം കപിലാവതാരം വായിച്ചു. കപിലൻ വന്നിട്ട് മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണ്. അടുത്തത് ഋഷഭാവതാരവും മഹാവിഷ്ണുവിന്റെ വേറൊരു അവതാരമാണ്. ഇത്രയും വലിയ അവതാരമല്ല, അംശാവതാരം എന്ന് പറയും. ചെറിയ രീതിയിലുള്ള അവതാരമാണ് മറ്റേ ഋഷഭാവതാരം. അതിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ വായിക്കാൻ പോകുന്നതും. അതായത് ഇതിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മൾ ഇതുവരെ വായിച്ച ഭൂലോകത്തിന്റെ സൃഷ്ടികളെ പറ്റിയാണ് നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ തുടങ്ങി, പിള്ളേരൊന്നും സൃഷ്ടിച്ചില്ല, അങ്ങനെ സൃഷ്ടിച്ചവരൊന്നും സൃഷ്ടിക്കാൻ തയ്യാറായില്ല. പിന്നെ ബ്രഹ്മാവ് തന്നെ 2 ആണും പെണ്ണുമായിട്ട് സ്വയംഭൂമനും ശതരൂപയുമായി മാറി ആണും പെണ്ണുമായി ചേർന്ന് എന്നിട്ട് ഒരു കുട്ടികളെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വളർന്ന കുട്ടികളാണ് പ്രിയവ്രതനും ദേവഹൂതിയും ഒക്കെ. അപ്പൊ ആ പ്രിയവ്രതന്റെ മക്കളാണ് നമ്മൾ ഇന്നലെ വായിച്ച അഗ്നീന്ദ്രന്റെ മകനാണ് നാഭി. നാഭിയുടെ മകനായിട്ടാണ് നാഭി തപസ്സിരുന്നപ്പോ നാഭിക്ക് വരം കൊടുത്തപ്പോ ഞാൻ എന്റെ മകനായിട്ട് ജനിക്കാൻ പോകുന്നുണ്ടെന്ന് നാഭിയുടെ അടുത്ത് പറയും. അങ്ങനെയാണ് ഋഷഭ ചരിത്രം എന്നത്. ചരിത്രമായ ഋഷഭദേവന്റെ രൂപത്തിൽ മഹാവിഷ്ണു നാഭിക്ക് മകനായിട്ട് അവതരിച്ചത്. അപ്പൊ ആദ്യത്തെ ഇന്നലത്തെ വായിച്ച 5 ശ്ലോകങ്ങൾ നമ്മൾക്കിന്ന് വായിക്കാം. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് അഗ്നീന്ദ്രരാജാത് ഉദിതാഹിനാഭിഃ ത്വാം ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടിമധ്യേ തവയേവ ദൃഷ്ടൈ കൃതയജ്ഞകർമ്മ അഭീഷ്ടുത തത്ര മുനീശ്വരൈത്വം രാജ്ഞഃ സതുല്യം സൂതം അർത്ഥ്യമാനഃ സ്വയം ജനിഷ്യെ അഹമിതി ബ്രുവാണഃ തിരോദധാബർഹിഷി വിശ്വമൂർത്തെ. സ്വയം ജനിഷ്യേഹം ഇതി ബ്രുവാണഃ തിരോദധാബർഹിഷി വിശ്വമൂർത്തെ. നാഭിപ്രിയായാം അധമേരുദേവ്യാം തമംശതഃ അബുഃ ഋഷഭവിധാനഃ അലോകസാമാന്യ ഗുണപ്രഭാവിത അശേഷ ജനപ്രമോദഃ. ത്വയി ത്രിലോകീ ഭൂതിരാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യാം തപോവനം പ്രാപ്യ ഭവദ്നിഷേവി ഗത കില ആനന്ദ പദം തേ. ത്വയി ത്രിലോകീ ഭൂതിരാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യാം തപോവനം പ്രാപ്യ ഭവദ്നിഷേവി ഗത കില ആനന്ദ പദം തേ. ഇന്ദ്രത്വോത്കർഷ
കൃതാത് അമർഷാത് ഇന്ദ്രസ്ഥ ഉത്കർഷ കൃതാസ്തമർത്ത അമർഷാത് പവർഷനാസ്മിൻ അജനാഭവർഷേ പവർഷവർഷ്മിൻ അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്യാ സ്വവർഷമേതത് വ്രതദാ സ്വവർഷം. ഇന്ദ്രന്റെ അസൂയ കാരണമാണ് മഴയില്ലാതിരുന്ന ഭൂലോകത്ത് മഴ വർഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇന്ദ്രത്വത്കർഷ കൃതാതമർഷാത് സ്വവർഷനാസ്മിൻ അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്യാ സ്വവർഷമേതത് വ്രതദാ സ്വവർഷം. ഇതുവരെ നമ്മൾ ഇന്നലെ വായിച്ചു ഋഷഭയോഗത്തിന്റെ ഋഷഭദേവന്റെ ജനനം വായിച്ചു. അടുത്തത് ജിതേന്ദ്രദത്താം, ആറാമത്തെ ശ്ലോകം. ജിത ഇന്ദ്രദത്താം കമനീം ജയന്തീം അത ഉദ്വഹൻ ആത്മരഥാശയ അപി അതീജനഃ തത്ര ശതം തനൂജാൻ യേഷാം ശിരീശഃ ഭരതം അഗ്രജന്മാ. ജിത ഇന്ദ്രദത്താം കമനീം ജയന്തീം അത ഉദ്വഹൻ ആത്മരഥാശയഃ അപി അജീജനഃ തത്ര ശതം തനൂജാൻ യേഷാം ശിരീശ ഭരതഃ അഗ്രജന്മാ. അതിന്റെ അർത്ഥം എന്താണെന്ന് പറയുന്നത് കേട്ടാൽ, അതിൽ പിന്നെ അതായത് ഭൂമിയിൽ മഴ വർഷിപ്പിച്ച ശേഷം അതിൽ പിന്നെ നിന്തിരി വഴി പരമാത്മാവിൽ ആസക്തോടു കൂടിയ മനസ്സോടു കൂടിയവനായിരുന്നിട്ടും തന്നാൽ ജയിക്കപ്പെട്ട ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തി എന്ന പേരായ സുന്ദരിയെ വിവാഹം ചെയ്ത് അവളിൽ 100 പുത്രന്മാരെ ജനിച്ചു. ഋഷഭദേവൻ വന്നപ്പോൾ ഭൂമിയിൽ മഴ പെയ്യിപ്പിച്ചു. അപ്പൊ ദേവേന്ദ്രനുമായിട്ട് യുദ്ധത്തിൽ ദേവേന്ദ്രനെ തോൽപ്പിച്ചു. അപ്പൊ തോൽക്കപ്പെട്ട ദേവേന്ദ്രൻ ഋഷഭദേവന് 100 ജയന്തി എന്ന പേരായ സുന്ദരിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ദേവേന്ദ്രൻ ജയന്തി എന്ന പേരായ സുന്ദരിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ആ സുന്ദരിയിൽ 100 പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. അവരിൽ ജ്യേഷ്ഠനാണ് ഭരതൻ. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഭരതൻ അങ്ങനെ എത്തി. അതിൽ പിന്നെ നിന്തിരി വഴി പരമാത്മാവിൽ ആസക്തിയോട് കൂടിയ മനസ്സോട് കൂടിയവനായിരുന്നിട്ടും തന്നാൽ ജയിക്കപ്പെട്ട ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തി എന്ന പേരായ സുന്ദരിയെ വിവാഹം ചെയ്തു. അവളിൽ 100 പുത്രന്മാരെ ജനിപ്പിച്ചു. അവരിൽ ജ്യേഷ്ഠനായ ഭരതനാണ് രാജാവായത്. 100 പുത്രന്മാരെ ജനിച്ചു. അതിൽ മൂത്ത ആളാണ് രാജാവായത്. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ സംഭവിച്ചു? നവ അഭവൻ യോഗിവരാഹ നവ അന്യേ തു അപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാതു അശീതി തവശേഷപുത്രാഹ തപോബലാദൂസുരഭൂയം ഈയുഃ. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാന് സൈകാതുജീസ്തവ ശേഷപുത്ര തപോബലാദൂസുരഭൂയം ഈയുഃ. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാതുശീതിസ്തവശേഷപുത്ര തപോബലാദൂസുരഭൂയമീയുഃ. ബാക്കിയുള്ള 99 പേര് എന്ത് ചെയ്തു? അവരിൽ 9 പേർ യോഗീശ്വരന്മാരായി ഭവിച്ചു. വേറെ 9 പേരാവട്ടെ ഭാരതഘട്ടത്തിലുള്ള ഭൂഭാഗങ്ങളെ പരിപാലിച്ചു. അങ്ങയുടെ ബാക്കിയുള്ള 81 പുത്രന്മാരും തപോബലം കൊണ്ട് ബ്രഹ്മണ്യത്തെയും പ്രാപിച്ചു. അതായത് ഋഷഭദേവൻ അങ്ങയുടെ എന്നാ പറയുന്നത്. ഋഷഭദേവൻ മഹാവിഷ്ണുവിന്റെ ചെറിയൊരു അംശാവതാരമാണ്. അപ്പൊ ഋഷഭദേവന് 100 ജയന്തി എന്ന പെൺകുട്ടിയെ ഇന്ദ്രൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ആ ജയന്തിയിൽ 100 കുട്ടികൾ ജനിച്ചു. അതിൽ മൂത്ത ആളാണ് ഭരതൻ. അവരിൽ 9 പേർ പിന്നീട് ബാക്കിയുള്ള 99 പേരിൽ 9 പേർ യോഗീശ്വരന്മാരായി ഭവിച്ചു. വേറെ 9 പേരാവട്ടെ ഭാരതഖണ്ഡത്തിലുള്ള ഭൂഭാഗങ്ങളെ പരിപാലിച്ചു. ബാക്കി 18 19 ആയില്ലേ. ബാക്കിയുള്ള 81 പേരും തപോബലം കൊണ്ട് ബ്രഹ്മണ്യത്തെയും പ്രാപിച്ചു. 8ാമത്തെ ശ്ലോകം. ഉക്ത്വാ സുദേഭ്യഃ അധമുനീന്ദ്രമധ്യേ വിരക്തി ഭക്തി അന്വിത മുക്തിമാർഗം. ഉക്ത്വാ സുദേഭ്യഃ അധമുനീന്ദ്രമധ്യേ വിരക്തി ഭക്തി അന്വിത മുക്തിമാർഗം സ്വയം ഗതഃ പാരമഹംസ്യവൃത്യം അതാ ജഡേ ഉന്മത്ത പിശാചചര്യാം. ഉക്ത്വാ സുദേഭ്യഃ അധമുനീന്ദ്രമധ്യേ വിരക്തി ഭക്തി അന്വിത മുക്തിമാർഗം സ്വയം ഗതഃ പരമഹംസ്യവൃത്തിം അഥാ ജഡ ഉന്മത്ത പിശാചചര്യാം
ഉക്വാസുദേഭ്യോത മുനീന്ദ്രമധ്യേ വിരക്തിപക്ഷന്വിതമുക്തിമാർഗം സ്വയം ഗതഃ പരമഹംസ്യവൃത്തി മതാ ജഡോന്മത്ത പിശാചര്യാം. ഋഷഭദേവൻ പിന്നെ എന്ത് ചെയ്തു? അനന്തരം നിന്തിരുവടി, ഋഷഭദേവനാണല്ലോ അവതരിച്ചിരിക്കുന്നത്, നിന്തിരുവടി ഋഷഭദേവന്റെ രൂപത്തിൽ മുനീശ്വരന്മാരുടെ ഇടയിൽ വെച്ച് പുത്രന്മാർക്ക് വൈരാഗ്യം, ഭക്തി എന്നിവയോട് കൂടിയ മോക്ഷമാർഗത്തെ ഉപദേശിച്ചിട്ട് തന്നെത്താൻ പരമഹംസ വൃത്തിയെ പ്രാപിച്ചവനായി ജഡൻ, ഭ്രാന്തൻ, പിശാച് എന്നിവരുടെ ചര്യയെ അവലംബിച്ചു. ഋഷഭദേവൻ എന്ത് ചെയ്തു? കുട്ടികൾക്കൊക്കെ വൈരാഗ്യം, ഭക്തി എന്നിവയുടെ കൂടെ മോക്ഷമാർഗത്തെ ഉപദേശിച്ചു മുനീശ്വരന്മാരുടെ ഇടയിൽ വെച്ചിട്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ എന്ത് ചെയ്തു? ജഡനായിട്ടും ഭ്രാന്തനായിട്ടും പിശാചായിട്ടും ഭൂലോകത്തേക്ക് അലഞ്ഞു തിരിഞ്ഞു. തന്നെത്താൻ പരമഹംസീവൃത്തിയെ പ്രാപിച്ചവനായിട്ട് ജഡൻ, ഭ്രാന്തൻ, പിശാച് എന്നിവരുടെ ചര്യയെ അവലംബിച്ചു. 9ാമത്തെ ശ്ലോകം. പരാത്മബോധോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ. പരാത്മബോധഃ അഭിപരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ. വികാരഹീനഃ വിചചാര കൃഷ്ണാം മഹീമഹീന ആത്മരസാഭിലീനഃ. പരാത്മബോധഃ അഭിപരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ. വികാരഹീനഃ വിചചാര കൃഷ്ണാം മഹീമഹീന ആത്മരസ അഭിലീനഃ. പരാത്മബോധ അഭിപരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ. വികാരഹീനഃ വിചചാര കൃഷ്ണാം മഹീമഹീന ആത്മരസ അഭിലീനഃ. അതായത് എന്ത് ചെയ്തു ഈ ഋഷഭദേവൻ? പരമാത്മസ്വരൂപനായി അന്യർക്ക് ഉപദേശം നൽകുന്നവനായി ഋഷഭദേവന്റെ രൂപത്തിലായ നിന്തിരുവടി പരമാത്മസ്വരൂപനായി അന്യർക്ക് ഉപദേശം നൽകുന്നവനായ നിന്തിരുവടി എല്ലാവരാലും കാരണം എന്തൊക്കെ രൂപത്തിലാണ് നടന്നത്? അതായത് സാധാരണ ജഡനായിട്ടും ഭ്രാന്തനായിട്ടും പിശാചായിട്ടും ഒക്കെ ഭൂലോകത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ പരമാത്മസ്വരൂപനായി അന്യർക്ക് ഉപദേശം നൽകുന്നവനായ നിന്തിരുവടി എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവനായിരുന്നിട്ടും കൂടി യാതൊരു വികാരവും കൂടാതെ സമഗ്രമായ ബ്രഹ്മാനന്ദ രസത്തിൽ മുഴുകിയവനായി ഭൂമി മുഴുവൻ സഞ്ചരിച്ചു. ആരൊക്കെയായിട്ട്? ജഡനായിട്ട് സഞ്ചരിച്ചു, പിശാചായിട്ട് സഞ്ചരിച്ചു, ഭ്രാന്തനായിട്ട് സഞ്ചരിച്ചു. ഇങ്ങനെ പല രൂപത്തിൽ ഭൂമി മുഴുവൻ സഞ്ചരിച്ചു. പരമാത്മസ്വരൂപനായി അന്യർക്ക് ഉപദേശം നൽകുന്നവനായ നിന്തിരുവടി എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവനായിരുന്നിട്ടും കൂടി യാതൊരു വികാരവും കൂടാതെ സമഗ്രമായ ബ്രഹ്മാനന്ദ രസത്തിൽ മുഴുകിയവനായി ഭൂമി മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്തു. അടുത്തത് 10ാമത്തെ ശ്ലോകം. സയുവ്രതം ഗോമൃഗകാരചര്യാം ചിദം ചരൻ ആപ്യ പരം സ്വരൂപം. സയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരനാപ്യ പരം സ്വരൂപം. ദേവാഹൃത അംഗ കുടക അചലേ ത്വം താവാൻ മമ അപാകുരു വാദനാദഃ. സയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരനാപ്യ പരം സ്വരൂപം. ദവാഹൃത അംഗ കുടക അചലേ ത്വം താവാൻ മമ അപാകുരു വാദനാദ. സയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരനാപ്യ പരം സ്വരൂപം. ലവാഹൃത അംഗ കുടക അചലേ ത്വം താവാൻ മമ അപാകുരു വാദനാദ. സയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്യാവ പരം സ്വരൂപം. ദേവാഹൃതാംഗ കടകാചലേ ത്വം താപാൻ മമാപാകുരു വാദനാദ. സയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്യാവ പരം സ്വരൂപം. തവാഹൃതാംഗ കടകാചലത്വം താപാൻ മമാപാകുരു വാദനാദഃ. താപാൻ മമ അപാകുരു വാദനാദഃ. മമ പാകുരു എന്നല്ല, മമ അപാകുരു. സയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്യാവ പരം സ്വരൂപം. തവാഹൃതാംഗ കടകാചലേ ത്വം താപാൻ മമ അപാകുരു വാദനാദ. അജഗ്രത വ്രതത്തെയും പശു മൃഗ പക്ഷികളുടെ ചര്യയെയും വളരെ കാലം ആചരിച്ചുകൊണ്ട് നിൻ തിരുവടി പരമാനന്ദ സ്വരൂപത്തെ പ്രാപിച്ച് കടകമലയിൽ വെച്ച് കാട്ടുതീയാൽ നശിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനായി ഭവിച്ചു. അജഗ്രത വ്രതത്തെയും
പശു മൃഗ പക്ഷികളുടെ ചര്യയെയും വളരെ കാലം ആചരിച്ചുകൊണ്ട് വൃഷഭദേവനായ നിന്തിരുവടി, വൃഷഭദേവന്റെ രൂപത്തിൽ അംശാവതാരമായിട്ട് വന്ന നിന്തിരുവടി പരമാത്മ സ്വരൂപത്തെ പ്രാപിച്ച് കടകമലയിൽ കാട്ടുതീയെ നശിപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനായി ഭവിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, എന്റെ താപങ്ങളെ നശിപ്പിച്ച് തരേണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇതോടെ ശ്രീമദ് നാരായണീയത്തിലെ 20-ാം ദശകം ഇവിടെ സമാപിക്കുകയാണ്. ഋഷഭ യോഗീശ്വര ചരിതമാണ് ഇന്നത്തെ അധ്യായത്തില്. ഋഷഭ യോഗീശ്വര ചരിതത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പഠന വിഷയമാക്കിയത്, അവതരിപ്പിച്ചത്. ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു. അദ്ദേഹം അവതരിപ്പിച്ച പ്രിയപ്പെട്ട ഡോക്ടർ NS അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ.